പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ നോമ്പുകാല ധ്യാനത്തിൽ ആദിമാതാപിതാക്കളുടെ പാപത്തെക്കുറിച്ച്, ഏദൻ തോട്ടത്തെക്കുറിച്ച്, നന്മ തിന്മകളുടെ അറിവിൻ്റെ വൃക്ഷത്തെക്കുറിച്ച്, ആദ്യ പാപത്തിൽ വീണ പ്രലോഭന നിമിഷങ്ങളിൽ എന്ത് സംഭവിച്ചതിനെക്കുറിച്ച് ധ്യാനത്തിലാണ് നമ്മൾ. അവിടെ ഹവ്വ പിശാചിൻ്റെ അടുക്കലേക്ക് പോയപ്പോൾ പിശാച് ചോദിച്ചൊരു ചോദ്യത്തിന് ഉത്തരം നൽകിയപ്പോൾ, അതും മനുഷ്യവർഗത്തിന് വേണ്ടി ദൈവം നൽകിയ തിരുക്കൽപ്പനകളെ, തിരുവെളിപാടിനെ പിശാചുമായി പങ്കുവെച്ചപ്പോൾ, അതിനുശേഷം അതിനെ പിശാച് ദുർവ്യാഖ്യാനം ചെയ്ത് ഹവ്വയുടെ അടുക്കലേക്ക് കൊടുത്തപ്പോൾ എന്താണ് ഹവ്വയിൽ സംഭവിച്ചതെന്ന് ഇപ്പോൾ നമ്മൾ ധ്യാനിക്കാൻ പോവുക. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 6-ാം വചനത്തിൽ അത് നമ്മൾ കാണുന്നു. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 6-ാം വചനം. ആ വൃക്ഷത്തിൻ്റെ പഴം, അതെന്താ ഞാൻ കഴിഞ്ഞ ധ്യാനത്തിൽ പറഞ്ഞു. പിശാചിൻ്റെ സാന്നിധ്യം, പിശാചിൻ്റെ പ്രബോധനം, പിശാചിനുള്ള സംഭാഷണം, പിശാചിനുള്ള വിശ്വാസം, പിശാചിനുള്ള അനുസരണം. അങ്ങനെ ഉണ്ടായാൽ എന്താ സംഭവിക്കുക? ആ വൃക്ഷത്തിൻ്റെ പഴം ആസ്വാദ്യവും കണ്ണിന് കൗതുകരവും എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾക്ക് സുഖമുണ്ടാക്കും. അറിവേകാൻ കഴിയുമെന്നതിനാൽ അഭികാമ്യവും എന്ന് പറഞ്ഞാൽ ആത്മാവിലേക്ക് വരേണ്ട ജ്ഞാനത്തിന് പകരം ദുർജ്ഞാനം പ്രവേശിക്കാൻ കാരണമാകുന്ന ബുദ്ധിയുടെയും ആത്മാവിൻ്റെ മേഖലയിൽ ഇരുട്ട് കയറുന്ന ഒരു കാര്യമായിരുന്നിട്ടും അത് അഭികാമ്യമാണെന്നാണ് ഹവ്വയ്ക്ക് തോന്നിയത്. ആണെന്ന് കണ്ട് അവൾ അത് പറിച്ചു തിന്നു എന്ന് പറഞ്ഞാൽ പിശാചിൽ വിശ്വസിച്ചു, പിശാചിനനുസരിച്ചു എന്നാണ് അർത്ഥം. അപ്പോൾ ഹവ്വ എന്ത് ചെയ്തു? ദൈവ കൂട്ടായ്മയിൽ നിന്നും കുടുംബ കൂട്ടായ്മയിൽ നിന്നും അകന്ന് പിശാചിൻ്റെ കൂട്ടായ്മയിലേക്ക് പോയി. 2, പിശാചിൻ്റെ വക്രത നിറഞ്ഞ, കൗടില്യം നിറഞ്ഞ, കൗശലം നിറഞ്ഞ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ പോയി. ചില അനാവശ്യ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനും അതിന് മറുപടി പറയാനും അവരോട് തർക്കിക്കാനും പോകരുത്. അനാവശ്യമായ ചോദ്യങ്ങൾ ചോദിച്ച് ആരെങ്കിലും വരുമ്പോൾ, നിങ്ങളുടെ വിശ്വാസ ജീവിതത്തെക്കുറിച്ച് നിരീശ്വരവാദികളോ പിശാച് ആരാധകരോ അനാവശ്യ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് വരുമ്പോൾ അവരോട് മറുപടി പറയാനും അതിൻ്റെ ഉത്തരം തേടാൻ അവരുടെ അടുക്കൽ പോകരുത്. ഹവ്വയ്ക്കത് പറ്റി. അപ്പോൾ പിശാചിൻ്റെ അടുക്കൽ പോയി പിശാചിൻ്റെ കൗശലമേറിയ ചോദ്യത്തിന് മറുപടി കൊടുത്തപ്പോൾ എന്ത് സംഭവിച്ചു? ദൈവം മനുഷ്യവർഗത്തിന് വേണ്ടി നൽകിയ ദൈവിക വെളിപാട് പിശാചുമായി പങ്കുവെച്ച് നിൽക്കുന്ന ദുരന്തമുണ്ടായി. അത് കഴിഞ്ഞ് അടുത്തത്, ദൈവവും ആയിട്ട് ഐക്യപ്പെട്ട് ജീവൻ്റെ വൃക്ഷമായി ഐക്യപ്പെട്ടിരിക്കേണ്ട അവസ്ഥയിൽ പിശാചിൻ്റെ അടുക്കലേക്ക് പോയപ്പോൾ ദൈവത്തിൻ്റെ അടുക്കൽ നിന്നകന്നു, കുടുംബത്തിൽ നിന്നും അകന്നു. 2, പിശാചിനോട് സംഭാഷണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജീവിത പങ്കാളിയോടും ദൈവത്തോട് സംഭാഷണം ചെയ്യേണ്ട ആ അവസ്ഥ നഷ്ടപ്പെടുത്തി. 3, പിശാച് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറഞ്ഞപ്പോൾ, അതും ദൈവിക വെളിപാട് പങ്കുവെച്ചുകൊണ്ട് ഉത്തരം പറഞ്ഞപ്പോൾ ദൈവത്തിൽ നിന്ന് ഉപരി വെളിപാടുകൾ കിട്ടേണ്ട അവസ്ഥ നഷ്ടപ്പെട്ടു. ജീവിത പങ്കാളിയുമായി ജീവിച്ച് നേടേണ്ട എല്ലാ ദൈവാനുഗ്രഹങ്ങളും നഷ്ടപ്പെടുത്തി. അടുത്തതായി, പിശാച് അതിനെ ദുർവ്യാഖ്യാനം ചെയ്ത് വിളമ്പിക്കൊടുത്തപ്പോൾ, അത് കേട്ടപ്പോൾ അവൾക്ക് അതിനോട് ഒരു ഇഷ്ടം തോന്നി. പിശാചിനെ കേട്ടതുകൊണ്ട് ദൈവത്തെ കേൾക്കാൻ പറ്റിയില്ല. പിശാചിനെ കേൾക്കുന്ന ഓരോ നിമിഷവും ദൈവത്തെ കേൾക്കാതിരിക്കുന്നു എന്ന് മാത്രമല്ല, ദൈവം തന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് നഷ്ടപ്പെടുന്നതിൻ്റെ ഫലമായി ദൈവിക ജീവൻ നഷ്ടപ്പെടുന്നുണ്ട്. അടുത്തതായി, അത് കേട്ടതുകൊണ്ട് എന്ത് സംഭവിച്ചു? പിശാച് പറഞ്ഞതിൽ അവൾക്കൊരു വിശ്വാസം വന്നു. അപ്പോൾ ദൈവത്തിൽ അവൾക്ക് അവിശ്വാസമുണ്ടായി. പിശാച് പറഞ്ഞത് വിശ്വസിച്ചതുകൊണ്ട് പിശാച് പറഞ്ഞതിനെ അനുസരിച്ചു. അതോടുകൂടി ദൈവത്തെ അനുസരിച്ചില്ല. ഇതായിരുന്നു ആദ്യ പാപം. ഒരിക്കൽ കൂടി ഞാൻ ചുരുക്കി പറയട്ടെ. പിശാചിൻ്റെ സന്നിധിയിലേക്ക് പോയപ്പോൾ ദൈവസന്നിധിയിൽ നിന്നാകുന്നു. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ടോ നോക്കണം. ദൈവികമല്ലാത്ത, പൈശാചികമായ, ദൈവം തരാത്ത, ദൈവം അനുവദിക്കാത്ത, ദൈവത്തിൻ്റെ കൃപയില്ലാത്ത, ആശീർവദിക്കാത്ത ഏതെങ്കിലും കാര്യം, അത് സിനിമയായിരിക്കാം, സോഷ്യൽ മീഡിയയിൽ ഏതെങ്കിലും കാര്യമായിരിക്കാം, മദ്യമായിരിക്കാം, മയക്കുമരുന്നായിരിക്കാം, ജഡത്തിൻ്റെ ദൈവികമല്ലാത്ത, ദൈവം അനുവദിക്കാത്ത മേഖലയിലെ സുഖാസ്വാദനങ്ങളായിരിക്കാം,
പാപകരമായ സമ്പാദ്യത്തിലേക്കുള്ള നോട്ടമായിരിക്കാം. അങ്ങനെ തുടങ്ങി പാപകരമായ എല്ലാറ്റിലേക്കും നമ്മൾ നീങ്ങുമ്പോൾ ദൈവികമായതിൽ നിന്നാണ് അകലുന്നത്. രണ്ടാമതായി, പിശാചിനോട് സംവദിക്കാൻ പോകുമ്പോൾ, അവരോട് സംഭാഷണത്തിനും മറുപടി കൊടുക്കാനൊക്കെ പോകുമ്പോൾ, അവൻ പറയുന്നത് കേൾക്കുമ്പോൾ ദൈവം പറയുന്നത് കേൾക്കുന്നില്ലാത്തൊരവസ്ഥയുണ്ടാകും. നമ്മുടെ ജീവിതത്തിൽ അതുണ്ടാകുന്നുണ്ടോ? ഒരാൾ എന്നോട് പറഞ്ഞു, അച്ഛനെന്നെ ഒന്ന് സഹായിക്കണം. ഇൻ്റർനെറ്റിൽ ഞാൻ കയറി ഒരു കാര്യം നോക്കിയപ്പോൾ ബൈബിളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഒരു 2 പുസ്തകങ്ങൾ കണ്ടു. അത് വാങ്ങാൻ അച്ഛൻ സഹായിക്കാമോ? നല്ല അറിവുള്ള മനുഷ്യനാണ്, ശുശ്രൂഷ ജീവിതത്തോട് താല്പര്യമുണ്ട്, അതിനുവേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ആളാണ്, നല്ല വചനപ്രസംഗത്തിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ആളാണ്. കേരളത്തിലെ എല്ലാ ധ്യാന ഗുരുക്കന്മാരുടെ ടോക്കുകൾ മുഴുവനും കേട്ട്, പ്രത്യേകിച്ച് ഡാനിയലച്ചൻ്റെ അതുപോലെ ഞങ്ങളുടെ എല്ലാവരുടെയും ടോക്കുകൾ കേട്ട് നോട്ട് എഴുതിയെടുത്ത് ഒത്തിരി ക്ലാസ്സുകൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ ഞാൻ ഇയാളുടെ കൗതുകം, അറിവ് നേടാനുള്ള ആഗ്രഹത്തെ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിച്ചതുകൊണ്ട് പുസ്തകത്തിൻ്റെ വിലയൊക്കെ നോക്കാൻ വേണ്ടി ഞാൻ പതുക്കെ കൂടുതൽ കാണിക്കാൻ പറഞ്ഞു. അപ്പോൾ നെറ്റിൽ കയറി അയാളെ പെട്ടെന്ന് ആ പുസ്തകം എടുത്ത് കാണിച്ചു. ഞാൻ നോക്കുമ്പോൾ നിരീശ്വരവാദികൾ എഴുതിയ ദൈവനിഷേധത്തിൻ്റെ പ്രത്യയശാസ്ത്രങ്ങളും തത്വശാസ്ത്രങ്ങളൊക്കെ അവതരിപ്പിച്ചിരിക്കുന്ന 2 പുസ്തകങ്ങളാണ്. അതും ഏറ്റവും കൂടുതൽ ദൈവദൂഷണം പറയുന്ന 2 പുസ്തകങ്ങൾ. യേശുവിനെതിരെ മ്ലേച്ഛകരമായ രീതിയിൽ ചിത്രീകരിച്ചിരിക്കുന്ന ഒരു പുസ്തകം. ഈ 2 വാങ്ങാൻ ഉദ്ദേശിച്ച് ഞാൻ പറഞ്ഞു, എന്തിനാണ് ഈ പുസ്തകം? അല്ല അച്ഛാ, അവർ നമ്മുടെ വിശ്വാസത്തിനെതിരെ പ്രബോധനം നൽകുമ്പോൾ അവരുടെ പ്രബോധനം എന്താണെന്ന് അറിഞ്ഞാലല്ലേ അതിനെ നേരെ തിരിച്ച് പറഞ്ഞ് നമുക്ക് തിരുത്താൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞു, സ്വർഗത്തെക്കുറിച്ച് ആരോടെങ്കിലും പറയാൻ വേണ്ടി നരകത്തിൽ പോയി എന്തെങ്കിലും പഠിച്ചിട്ട് ഡിഗ്രി എടുത്ത് വന്നിട്ടാണോ സ്വർഗത്തെക്കുറിച്ച് പറയേണ്ടത്? വിശുദ്ധിയെക്കുറിച്ച് പറയാൻ വ്യഭിചാരം എന്ന ഭാവത്തെക്കുറിച്ച് കൂടുതൽ അനുഭവിച്ച് പഠിക്കാൻ പോണ്ട കാര്യമുണ്ടോ? അല്പം കോപത്തോടെ ഞാനിപ്പം പറയുന്ന പോലെ തന്നെയാണ് ചോദിച്ചത്. മ്ലേച്ഛതയിലേക്ക് പോയിട്ടാണ് വിശുദ്ധിയെക്കുറിച്ച് കൂടുതൽ പഠിപ്പിക്കാൻ പോകേണ്ടത്? പിശാചിൻ്റെ അടുക്കൽ പോയിട്ടാണോ, പിശാചിൻ്റെ പ്രബോധനം സ്വീകരിച്ചിട്ടാണോ ദൈവത്തെക്കുറിച്ച് പഠിപ്പിക്കാൻ പോകേണ്ടത്? ദൈവികമായ ജ്ഞാനം കിട്ടണമെങ്കിൽ ദൈവത്തോട് മാത്രം ചേർന്നിരിക്കണം. പിശാചിൻ്റെ പ്രബോധനങ്ങളോ അവൻ്റെ പ്രസ്ഥാനങ്ങളോ അവൻ്റെ സംവിധാനങ്ങളോ അവൻ്റെ സമ്മാനങ്ങളോ ഒന്നുപോലും അങ്ങോട്ട് എത്തി നോക്കാനും പോകരുത്. അത് ഹവ്വ തന്നെ പറയുന്നുണ്ട്, നന്മതിന്മകൾ അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ പഴം ഭക്ഷിക്കരുത്, തൊടുക പോലും അരുതെന്ന്. അങ്ങോട്ട് ശ്രദ്ധിക്കുക പോലും അരുതെന്ന അർത്ഥം. അരുതാത്തതിലേക്ക്, അശുദ്ധമായതിലേക്ക്, ദൈവികമല്ലാത്ത നാരകീയമായതിലേക്ക്, പൈശാചികമായതിലേക്ക് തിരിയരുത്, ശ്രദ്ധിക്കരുത്. അതിൻ്റെ ആഴങ്ങളിലേക്ക് പോകണ്ട, അതിൻ്റെ അടുത്ത് പോലും പോകരുത്. കാരണം പ്രലോഭകൻ്റെ ശക്തി വർദ്ധിക്കും നമ്മൾ അങ്ങോട്ട് പോയാൽ. ദൈവകൃപയുടെ അഭിഷേകം നമുക്ക് നഷ്ടപ്പെടും പിശാചിൻ്റെ മേഖലയിൽ പോയാൽ. ദൈവകൃപ നമ്മെ പൊതിഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നമ്മൾ പിശാചിൻ്റെ പൈശാചികതയാൽ ചിലപ്പോൾ പൊതിയപ്പെട്ടെന്ന് വരും. അങ്ങനെ അന്ധകാരത്തിൻ്റെ കുഴിയിലേക്ക് നിബന്ധിച്ചെന്ന് വരും. ഏതായിരുന്നാലും ഹവ്വയുടെ ആ പാപം മൂലം ഹവ്വയ്ക്ക് എന്താ സംഭവിച്ചത്? ദൈവത്തെ കേൾക്കേണ്ട സമയത്ത് പിശാചിനെ കേട്ടു. ദൈവത്തോട് സംഭാഷണം നടത്തുന്ന സമയത്ത് പിശാചിനോട് സംഭാഷണം നടത്തി. ദൈവത്തിൽ വിശ്വസിക്കേണ്ടതിന് പകരം പിശാചിൽ വിശ്വസിച്ചു. ദൈവത്തിൽ അനുസരിക്കുന്നതിന് പകരം പിശാചിനെ അനുസരിച്ചു. അതോടുകൂടി 2 വിശുദ്ധ കൂട്ടായ്മകൾ അകന്നുപോയ ഈ ഹവ്വ തൻ്റെ കൂട്ടാളിയായിട്ടുള്ള ആദത്തെയും ആ കൂട്ടായ്മയിലേക്ക് വിളിച്ചിട്ട് അവൾക്ക് കിട്ടുന്ന ഈ ദുർജ്ഞാനം അവനുമായി പങ്കുവെച്ചപ്പോൾ, ആദവുമായി പങ്കുവെച്ചപ്പോൾ ആദവും ഹവ്വ പറഞ്ഞതിൽ വിശ്വസിച്ചു. അതാണ് ആദത്തിനും ശിക്ഷയുണ്ടായത്. ആദം ഹവ്വ പറഞ്ഞത് വിശ്വസിച്ചു. ദൈവം പറഞ്ഞത് ഇവിടെ കിടപ്പുണ്ട്, അരുതെന്ന് പറഞ്ഞത് അവിടെയുണ്ട്. നന്മയും തിന്മയും അഗ്നിയും ജലവും ജീവനും മരണവും അവിടെയുണ്ട്. എന്നിട്ടും ഇവർ 2 പേരും ഒരുമിച്ച് അവസാനം പിശാചിൽ വിശ്വസിച്ചു, പിശാചിനെ അനുസരിച്ചു. ദൈവത്തിൽ വിശ്വസിച്ചില്ല, ദൈവത്തെ അനുസരിച്ചില്ല. കാരണം ദൈവസന്നിധി വിട്ട് ഹവ്വ പിശാചിൻ്റെ സന്നിധിയിലേക്ക് പോയി. നമ്മുടെ എല്ലാ പാപവീഴ്ചകളുടെ അടിസ്ഥാന കാരണം ഇതല്ലേ? ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കേണ്ട വേളയിൽ ദൈവസാന്നിധ്യം വിട്ടിട്ട് പിശാചിൻ്റെ സാന്നിധ്യ മേഖലയിലേക്ക്, പൈശാചികമായ മേഖലകളിലേക്ക് പോകുന്നുണ്ടല്ലേ വീഴ്ച ഉണ്ടാകുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ യാചിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവികമല്ലാത്ത മേഖലകളിലേക്കും ദൈവികമല്ലാത്ത ആസ്വാദനങ്ങളിലേക്കും ദൈവികമല്ലാത്ത എല്ലാ സംവിധാനങ്ങളിലേക്കുമുള്ള ഞങ്ങൾക്കുണ്ടാകുന്ന ആകർഷണ പിശാചിൻ്റെ പ്രലോഭനമാണ്. അത് ദൈവകൃപ നഷ്ടപ്പെടുത്തുന്ന നാരകീയ അവസ്ഥയിലേക്ക് ഞങ്ങളെ നയിക്കുന്ന പിശാചിൻ്റെ
വലിയ തന്ത്രങ്ങളിൽപ്പെട്ടതാണ്. അത് തിരിച്ചറിഞ്ഞ് ദൈവികമല്ലാത്തതെല്ലാം, ദൈവം അനുവദിക്കാത്ത, ആശീർവദിക്കാത്ത, നൽകാത്തതൊക്കെ വെടിയുവാനും ദൈവം നൽകുന്നതുകൊണ്ട് മാത്രം സംതൃപ്തി അടയാനും ഞങ്ങളെ സഹായിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.